ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ഫത്ഹുൽ മുബീന്റെ ക്ലാസ് നമ്പർ 14. ദിക്റു ബഅദി മൻ സന്നഫ 40 ഹദീസൻ. 40 ഹദീസ് എന്ന് ക്രോഡീകരിച്ച് രചിച്ചതായ ചില ആൾക്കാരെ പറ്റി പറയട്ടെ. ഫഖദ് സന്നഫൽ ഉലമാഉ റളിയല്ലാഹു അൻഹും ബി ഹാദൽ ബാബി മാ ലാ യുഹ്സാ മിനൽ മുസന്നഫാത്തി. 40 ഹദീസ് എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ എത്രയെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം, ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത വിധം പണ്ഡിതന്മാർ രചനകൾ നടത്തിയിട്ടുണ്ട്. ഫഅവ്വലു മൻ അലിംതുഹു സന്നഫ ഫീഹി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്. എന്റെ അറിവ് പ്രകാരം ഈ 40 ഹദീസിനെ ക്രോഡീകരിച്ച് അതിനെ രചിച്ച ആദ്യത്തെ ആള് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളാകുന്നു. സുമ്മ മുഹമ്മദ് ബിൻ അസ്ലം അൽ തൂസിയിൽ ആലിമുർ റബ്ബാനിയോ, പിന്നെ ഈ മഹാനാണ്. മൂന്നാമത്തെ സുമ്മൽ ഹസൻ ബിൻ സുഫിയാൻ നസബി എന്ന് പറയുന്ന ആളാണ്. പിന്നെ അബൂബക്കർ ആജൂറി, അബൂബക്കർ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ അസ്ഫഹാനി, അദ്ദാർ അൽ ഖുത്നി, വൽ ഹാക്കിം, അബൂ നുഐം, അബൂ അബ്ദുറഹ്മാൻ സുലമി, അബൂ സഈദ് അൽ മാലിനി, അബൂ ഉസ്മാൻ സാബൂനി, അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് അൽ അൻസാരി, അബൂബക്കർ അൽ ബൈഹഖി, വഖലായിഖുൻ ലാ യുഹ്സൗന മിനൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീന. ഇതുപോലെ പ്രമുഖന്മാരെ പേര് ഇവിടെ പറഞ്ഞതിന് ശേഷം പറയാ, മുതഖദ്ദിമീങ്ങളും മുതഅഖിരീങ്ങളുമായ ആളുകളിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങനെ 40 ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വഖദ് ഇസ്തഖർതുല്ലാഹ തആല ബി ജംഇ 40 ഹദീസൻ. 40 ഹദീസിനെ ക്രോഡീകരിക്കുന്നതിലും ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിലും അള്ളാഹുവിനോട് ഞാൻ ഖൈറ് തേടി. ഈ പ്രമുഖന്മാരായിരിക്കുന്ന ഇമാമിങ്ങളോട് തുടർന്നതിന് വേണ്ടി, ഇസ്ലാമിലെ ആഫിദികളവരൊക്കെ അവരോട് തുടർന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഖൈർ അല്ലാണ്ട് തേടിയത്. വഖദ് ഇത്തഫഖൽ ഉലമാ വലാ ജവാദിൽ അമലി ബിൽ ഹദീസ് വൽ ബി ഫളാഇൽ അഅമാൽ. അമലുകളുടെ ശ്രേഷ്ഠതകൾ ലഭിക്കുവാൻ വേണ്ടി ദഈഫായിരിക്കുന്ന ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ ജവാദാണെന്ന ഉലമാക്കളുടെ യോജിപ്പും ഉണ്ടായിട്ടുമുണ്ട്. ഇതോടുകൂടെ തന്നെ ഈ ഇത്തിഫാഖോടുകൂടെ പറയട്ടെ, ഹദീസ്, ഈ പറഞ്ഞ ഹദീസിന്റെ മേൽ മാത്രമല്ല എന്റെ ചാരണങ്ങളിലും അവലംബം. പിന്നെ അലാ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അഹാദീസ് സ്വഹീഹത്തി, സ്വഹീഹായ ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹിന്റെ വാക്ക് വന്നത് നമുക്ക് കാണാം. ലിയുബല്ലിഗ ഷാഹിദു മിൻകുമുൽ ഗായിബ. നിങ്ങൾ സന്നിഹിതരായ ആളുകൾ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലറല്ലാഹു റഅൻ സമിഅ മഖാലത്തി വബഅഹ വഅദ്ദഹ കമാ സമിഅഹ. എന്റെ വാക്കൊരാൾ കേട്ടു, അയാളത് മനഃപ്പാഠമാക്കി, അത് അങ്ങനെ തന്നെ കേട്ടതുപോലെ ചുരുക്കാതെയും കൂട്ടാതെയും അതേപടി മറ്റുള്ളവരേക്ക് അത് വീട്ടിക്കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം പ്രകാശിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹിന്റെ വഴിയാണ്. ഇതൊക്കെ അവലംബമാക്കിക്കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹിന്റെ ഈ പറയുന്ന 40 ഹദീസിനെ ഞാൻ ക്രോഡീകരിക്കാനും ഈ പണ്ഡിതന്മാരുടെയൊക്കെ പിൻപറ്റിക്കൊണ്ട് ഞാൻ തെരഞ്ഞെടുക്കാനൊക്കെ ഉണ്ടായത്. ശരി, ഇത് പറഞ്ഞാൽ ഞാൻ അതിനെ വിശദീകരിക്കണ്ടേ. വഖദ് സന്നഫൽ ഉലമാഉ റളിയല്ലാഹു അൻഹും ഫീ ഹാദൽ ബാബി മാ ലാ യുഹ്സാ മിനൽ മുസന്നഫാത്തി എന്ന് പറയുന്നിടത്ത് ഐ ഫലി ബിഹിം ഉസ്വത്തുൻ ബിദാലിക എന്നതിന്റെ അർത്ഥം, ഇതിനൊക്കെ എനിക്ക് ആ വിഷയത്തിൽ ഈ ഹദീസ് ക്രോഡീകരിക്കുന്ന നല്ലൊരു മാതൃക അവരെ കൊണ്ടുണ്ട് എന്നർത്ഥമായി. അതാണ് ആ പറഞ്ഞ ഉദ്ദേശം. ഫഅവ്വലു മൻ അലിംതു സന്നഫ ബി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് സുമ്മ മുഹമ്മദ് ബിൻ അസ്ലം തൂസി എന്ന് പറയുന്നിടത്ത് ഒരു തൂസി എന്ന് വായിക്കാം. അൽ ആലിമുർ റബ്ബാനി എന്ന പേര്, ആലിമും റബ്ബാനിയുമാണ്. ഹുവ മൻ ഉഫീലത്തി അലൈഹിൽ മആരിഫു അൽ ഇലാഹിയത്തു ഫഅറഫ ബിഹാ റബ്ബ. എന്താ ഇവ റബ്ബൻ നാസ ബി ഇൽമി, അതാ റബ്ബാനി. ആലിമുർ റബ്ബാനി ആവൽ എങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മേൽ ഇലാഹിയായിരിക്കുന്ന ഒരുപാട് മഅരിഫത്തുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ മഅരിഫത്ത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ മഅരിഫത്തുകളെ കൊണ്ട് ഈ പണ്ഡിതൻ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കും. അതേ രീതിയിൽ ആ അറിവനുസരിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ വളർത്തി ഇസ്ലാമികമായി സമുദ്ധരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ റബ്ബിലേക്ക് അടുപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള മഹാനാണ് ഈ പറഞ്ഞത്. അപ്പൊ മുറബ്ബിയ ശൈഖാണ് അദ്ദേഹം. സുമ്മൽ ഹസൻ ബിൻ സുഫിയാനി നസബി എന്ന് പറഞ്ഞാല് ബിനൂയ്, നൂന് കൊണ്ട് വായിക്കണം.
മുഹിലത്തിൻ അപ്പൊ നസവി പുള്ളില്ലാത്ത സീന് മഫ്തുവത്ത് നസവിനാണ് നിസ്ബത്തുൻ ഇലാ നസ നസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചേർത്തി നസവിക്കാരാണ് മുഫിന് അർത്ഥം. അബൂബക്കർ ആദിരി ആദിരി നബി ഹംസത്തിൻ മഫ്തുവത്തിൻ മംദൂദത്തിൻ ആദിരി എന്ന് വായിക്കണം. പിന്നെ അബൂബക്കർ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഇസ്ഫഹാനി എന്ന് വായിക്കുക. അസ്ഫഹാനി അല്ല ബി കേസിൽ ഹംസത്തി ഈ രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടും കൊണ്ട് വായിച്ചാൽ കുഴപ്പമില്ല. ഒബിൽ ബായി അസ്ഫ ലാബൽ ബായ് അസ്ബാനല്ല അസ്ഫ. അപ്പൊ ദാറുഖുത്നി എന്നിടത്ത് റായി ദാറഖുത്നി റായ് പത്ത് ദാറഖുത്നി നിസ്ബത്തുനില ദാറുഖുത്നി ദാറുഖുത്നി എന്നതിലേക്ക് ചേർത്തിട്ടാണ് ദാറുഖുത്നി എന്ന് പറയുന്നത്. സഹല്ലത്തും ഗബീറത്തും ബഗ്ദാദ് ആ പ്രദേശം അത് ബഗ്ദാദിലുള്ള വലിയൊരു പ്രദേശമാണ് ദാറുഖുത്നി. അവിടേക്ക് ചേർത്തിക്കൊണ്ട ദാറുഖുത്നി എന്ന് പറയാം. വൽ ഹാക്കിം അബൂ നുഐം അബൂ അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ ഹുസൈൻ അബ്ദുറഹ്മാന്റെ പിതാവ് മുഹമ്മദ് ബിൻ ഹുസൈൻ എന്ന് വെക്കാം. സുലമി സുലമി എന്ന് വായിക്കണം. നിസ്ബത്തുൻ ഇലാ സുലൈം ബിൻ മൻസൂർ ഖബീലത്തുൻ മഷ്ഹൂറത്തുൻ പ്രചാരമുള്ളൊരു ഗോത്രമാണ് സുലൈം ബിൻ സുലൈം ഗോത്രം എന്ന് പറയുന്നത്. അവിടേക്ക് ചേർത്തിട്ടാണ് സുലമി എന്ന് പറയുന്നത്. പിന്നെ അബൂ സഈദ് അല്ലദീ ഖാലു സംആനി പറഞ്ഞ അബൂ സഈദ് അത് അബൂ സഈദ് അഹ്മദ് ബിൻ മുഹമ്മദ് മാലിനി ബി ഫത്ഹിൽ മീമി മാ വ കസിൽ ലാമി ലി തുമ്മ തഅതി യാ തുമ്മ നൂനിൻ നീ അവന്തായി മാലിനിയു എന്നായി. നിസ്ബത്തുൻ ഇലാ മാലീൻ എന്നതിലേക്ക് ചേർത്തിട്ടാണത്. ഖുറാ മുജ്തമിഅത്തുൻ മിൻ അഅ്മാലി ഹറാത്ത് നമ്മുടെ ഇന്നത്തെ പഴയ ഖുറാസാൻ എന്ന് പറയുന്ന ഇന്നത്തെ കാബൂളൊക്കെ പറയുന്ന തലസ്ഥാനക്കല്ലേ അവിടെ ഉള്ളൊരു സ്ഥലമാണ് ഹറാത്ത്. ആ ഹറാത്തിന്റെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ചുകൂടാൻ പറ്റുന്ന കൃഷികൾമാരൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ് മാലീൻ. ബഹുവ റിവായത്ത് ബിൻ അദിയിൽ ഹാഫിദ് അദ്ദേഹം ഇബ്നു അദിയിൽ ഹാഫിദ് എന്ന് പറയുന്ന റിവായത്തുകാരനാണ്. ഈ പറഞ്ഞത് ആരാണ്? റിവായത്ത് ബിൻ അദിയിൽ ഹാഫിദ് തങ്ങളുടെ റിപ്പോർട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. വാബ് ഉസ്മാൻ സാബൂനി നിസ്ബത്തുൽ അമലി അത് സാബൂനി എന്ന് പറയുന്ന മുപ്പര പണി അതായിരുന്നു. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് സാബൂനി എന്ന് പറയുന്നത്. ومحمد بن عبد الله الأنصاري والإمام الجليل الحافظ الكبير أبو بكر البيهقي نسبة إلى بيهقي لك ترتيبنا قرية بناية نيسابور നൈസാബൂറിലുള്ള ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ്. ആ ഭാഗത്ത് ഒരു ഗ്രാമമാണ് ബയ്യത്ത്. അവിടെയുള്ള മഹാപണ്ഡിതനാണ് ഈ പറഞ്ഞ പണ്ഡിതൻ. അഹദു അഇമ്മത്തി ശാഫിഇയ്യ ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖ പണ്ഡിതനാണ് മഹാൻ. വഖലായിഖു ലാ യഹ്സൂന മിനൽ മുതഖദ്ദിമീന വൽ മുതഅഖിർ ലാ യഹ്സൂന വലമ്മ കാനത്തിൽ ഇസ്തിഖാറത്തു മത്ലൂബത്തൻ ബി ജമീൽ ഉമൂരി ഏതൊരു കാര്യമാണെങ്കിലും അവിടെ നല്ലത് തേടാനോ ആ തേടൽ നന്മയായി വന്നപ്പോൾ സ്വഹീഹായിരിക്കുന്ന കിതാബുകളിലേക്ക് ഖൈറ് തേടണമെന്ന ഹദീസ് സ്ഥിരപ്പെട്ടതുമാണ്. അപ്പൊ ഖീല പറയപ്പെടുകയുണ്ടായി വലി അന്നഹാ ഇസ്തിഷാറത്തു റബ്ബി റബ്ബിനോടുള്ളൊരു മുഷാവറയാണ്. വൽ മുസ്തഷാറു മുഅ്തമിനുൻ റബ്ബുമായി മുഷാവറ നടത്തിയവൻ വിശ്വസ്തനുമാണ്, പേടിക്കാറില്ലല്ലോ. അങ്ങനെ അഭിപ്രായമുണ്ട് ആ പറഞ്ഞത്. വയുർവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മിൻ സആദത്തി ബിനി ആദം അഥവാ മനുഷ്യരുടെ വിജയത്തിൽപ്പെട്ടതാണ് ബിൽ ഖളാഇ വൽ ഖദർ ഖളാ കൊണ്ടും ഖദർ കൊണ്ടും പൊരുത്തപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്. വസ്തിഖാറത്തുല്ലാഹി തആല ബി ഉമൂരിഹി അവന്റെ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ നന്മ തേടുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിജയമാണ്. ഒമിൻ ശഖാവത്തി തർക്കുദാലിക ഒരു മനുഷ്യന്റെ പരാജയമാണ് അള്ളാന്റെ ഖലാം ഖദർ കൊണ്ട് പൊരുത്തപ്പെടാതിരിക്കുക, അള്ളാഹുവിന്റെ നന്മ തേടാതിരിക്കുക. നഅൂദുബില്ലാഹ്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചോദിക്കുമ്പോൾ നന്മ ചോദിക്കണം. ഖദ്ദമഹൽ മുസന്നിഫ് അലാ ഹാദ തഅലീഫി എന്നാൽ ഈ തഅലീഫിനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിനെ മുന്തിച്ചത്? ഇസ്തിഖാറത്തിനെ മുസന്നിഫ് മുന്തിച്ചത് അതിൽ തഖൂന ബറകതുഹാ അലൈഹി ആ തഅലീഫിന്റെ പേരിൽ
ഈ പറയുന്ന ഇസ്തിഖാറത്തിന്റെ ബർക്കത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അതിനാണ് ആദ്യം ഇസ്തിഖാറത്ത് നടത്തിയത്. കമാ ഖാല, മഹാൻ പറഞ്ഞതുപോലെ തന്നെ ഫഖദ് ഇസ്തഖർതുല്ലാഹ തആല എന്ന് പറഞ്ഞില്ലേ, അതിനർത്ഥം എന്താ? ഐ ത്വലബ്തു മിന്നു ഖിയറൽ അംറൈനി, രണ്ട് കാര്യമുണ്ട്. ഈ രണ്ട് ഖൈറൽ അംറൈനി, ഖിയറല്ല ഖൈറൽ അംറൈനി, രണ്ട് കാര്യമുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ ഖൈർ ഏതാണോ അത് നിന്നോട് ചോദിക്കുന്നു. ഈ ജംഇ 40 ഹദീസൻ, 40 ഹദീസിനെ ക്രോഡീകരിക്കുന്നതിൽ വേണോ വേണ്ടേ? ഏതാണോ ഖൈർ അത് ഇടുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞത് എന്തിനാ? ഇതിൽ പൂർവികന്മാരായ അയിമ്മത്ത് ചെയ്ത കാര്യങ്ങളിൽ അയിമ്മത്തിനോട് തുടരുക എന്നുള്ളത് അത് നല്ല കാര്യം. അപ്പൊ നല്ല കാര്യത്തിൽ തുടരണം എന്നുള്ളത് തേടപ്പെട്ടതാണ്. മാനം യക്കുൻ മഹല്ല ഇജ്തിഹാദിൻ, ഗവേഷണത്തിന് പറ്റുന്ന സ്ഥലം ആവാത്തത് കാലത്താണ്. ഗവേഷണത്തിന് പറ്റുന്ന രീതിയാണെങ്കിൽ പിന്നെ അയാൾക്ക് ഗവേഷണം ചെയ്തെടുത്താൽ മതി. ഗവേഷണം ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ പൂർവികന്മാരായ അയിമ്മത്തിനോട് തുടരാണ് നല്ലത്. ഇജ്തിഹാദിന് യോഗ്യനായ ഒരാളാണെങ്കിൽ അയാളുടെ ഗവേഷണം മറ്റുള്ള അയിമ്മത്ത് ചെയ്ത ഗവേഷണത്തോട് എതിരാവുകയും കൂട്ടും ചെയ്യൂലേ. അപ്പൊ പിന്നെ അവിടെ ഇഖ്തിദാവ് വേണ്ട. മുജ്തഹിദാണെങ്കിൽ ഇഖ്തിദാവ് വേണ്ടല്ലോ. മുജ്തഹിദിന് അല്ലാത്തവർക്കാണ് ഇവിടെ ഇഖ്തിദാവ് വെച്ചത്. وقد اتفق العلماء على جواز العمل بالحديث الضعيف في والله الاعمال എന്ന് പറഞ്ഞത് لانه وان كان صحيحا في نفس الامر, യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാണ് എങ്കിലും അല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ കാരണം യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹായിരിക്കും, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഹദീസ് കൊണ്ടുള്ള അമൽ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ബാധ്യത. ആ ബാധ്യത അതിനവർ കൽപ്പിച്ചു, അതുകൊണ്ടാണ്. ഇല്ല, ഇനി അങ്ങനെയല്ല എങ്കിൽ ലം യതറത്തബു അലൽ അമൽ ബിഹി, ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുമ്പോ ആ അമൽ ചെയ്തതിനാൽ ക്രമീകൃതമല്ല. മഫ്സദത്തു തഹരീരിൻ വലാ തഹരീമിൻ, ഹറാമാക്കലോ ഹലാലാക്കലോ എന്ന മസാദ് ക്രമീകൃതമായി വരില്ല. വലാ ളിയാഉ ഹഖ്ഖിൽ ഗൈരി, മറ്റുള്ളവരുടെ ഹഖ്ഖിനെ പായാക്കലും വരികയില്ല. വബി ഹദീസുൻ ദഈഫിൻ, ദഈഫായ അപ്പോ ഹദീസ് ദഈഫ് യഥാർത്ഥം സഹീഹാണെങ്കിൽ കടമ വീട്ടി. ഇനി യഥാർത്ഥത്തിൽ സ്വഹീ അല്ലാന്ന് വെക്കാം, ഇനി അത് ചെയ്തുകൊണ്ട് വന്ന നഷ്ടമുള്ള വരാണോ? ഇല്ല. ദഈഫായ ഹദീസിൽ കാണാം മൻ ബലാഹു അന്നീ സവാബു അമലിൻ ഫഅമിലുഹു, ഒരു കർമ്മത്തിന്റെ പ്രതിഫലം എന്നെ തൊട്ട് ഒരാൾക്ക് കിട്ടി, എന്നിട്ട് ആ കർമ്മം അയാൾ ചെയ്താൽ ഹസലഹു അജ്റുഹു, അതിന്റെ കൂലി അവന് കിട്ടും. വഇല്ലം അകുൻ ഖുൽതു, അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അത് പ്രവർത്തിച്ചാൽ അതിന്റെ കൂലി കിട്ടും. ഔ കമാ ഖാല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതുപോലെ. وأشار المصنف رحمة الله تعالى بحكاية الإجماع على ما ذكروا إلى الرد على من نازع فيه بأن الفضائل إنما تتلقى من الشرع. മുസന്നിഫ് ഇവിടെ സൂചിപ്പിക്കുന്നു ഇജ്മാ എന്ന് പറഞ്ഞിട്ട് ഇക്കാര്യത്തിലുണ്ട്. മുസന്നിഫ് പറഞ്ഞതിന് മേൽ എവിടേക്ക്? ഒരു റദ്ദിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. എവിടെ റദ്ദ്? ആ വിഷയത്തിൽ തർക്കിച്ചവരുണ്ട്. എന്താ തർക്കം? ശ്രേഷ്ഠതകളൊക്കെ കിട്ടുക എന്നത് ശറഇന്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതാണ്. പിന്നെ ദഈഫായ ഹദീസിൽ എങ്ങനെ അത് കിട്ടൂലല്ലോ എന്നൊക്കെ തർക്കിച്ചവരുണ്ട്. അത്തരം തർക്കിച്ച ആളുകൾക്ക് റദ്ദ് ചെയ്യുക എന്നതിലേക്കാണ് ഇവിടെ ഇജ്മാഇനെ ഇക്കാര്യത്തിൽ ഉദ്ധരിച്ച് മുസന്നിഫ് ചൂണ്ടുന്നത്. അപ്പൊ ഇസ്ബാത്തുക ബിൽ ഹദീസ് ദഈഫി ഇഖ്തിറാഉൻ ഇബാ, അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇസ്ബാത്തുക ഈ ഫളായിൽ സ്ഥിരപ്പെടുക എന്നുള്ളത് ബിൽ ഹദീസ് ദഈഫി, ദഈഫായ ഹദീസ് കൊണ്ട് ആ പറയുന്ന ഫളായിൽ സ്ഥിരപ്പെടുത്തല് ഇഖ്തിറാഉ ഇബാദത്തിൻ, ഒരു ഇബാദത്തിനോട് നിർമ്മിച്ചുണ്ടാക്കലല്ലേ. വശറഉൻ ബിദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ, ദീനിൽ അല്ലാഹു തആല അനുമതി നൽകി വരാത്ത ഒന്നുണ്ട്, അനുമതി നൽകാത്ത ഒന്നിനെ ശറഅക്കലുമല്ലേ. ഇതാണ് തർക്കം. ഇത്തരം തർക്കിച്ച ആളുകളിലേക്ക് റദ്ദ് ചെയ്തുകൊണ്ടാണ് മുസ്ലിം ഇവിടെ ഇജ്മാ വഖദ് ഇത്തഫഖൽ ഉലമാഉ അലാ ജവാദിൽ അമലി എന്ന് പറഞ്ഞ സൂചന കൊടുക്കുന്നത്. ഇനി വജ്ഹു റദ്ദി, എങ്ങനെയാണ് ആ തർക്കത്തെ റദ്ദ് ചെയ്യുന്ന വജ്ഹ്? അന്നൽ ഇജ്മാ ലി കൗനി ഖത്തിഅൻ താറതൻ, ഇജ്മാ എന്നുള്ളത് ഒരിക്കൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം ഖത്ഇയായ ദലീലായിരിക്കും.
കവിയൻ മറ്റൊരു സന്ദർഭത്തിൽ കത്തിയല്ലെങ്കിലും ശക്തമായിരിക്കും നന്നിയായിട്ട് വരാം ഇജ്മാൻ. അപ്പൊ ലായുറദ്ദും മിസ്ലിദാലിക. അപ്പൊ ആ ഇജ്മാനെ ഇതുപോലുള്ള തർക്കങ്ങൾ വെച്ചുകൊണ്ട് റദ്ദ് ചെയ്യപ്പെടാൻ പറ്റുമോ? ഇല്ല. ലൗ ലം യകുൻ അൻഹു ജവാബുൻ, അതിനെ തൊട്ട് മറുപടി ഇല്ലെങ്കിൽ വകൈഫ വജവാബു വാദിൻ, എങ്ങനെ? അതിന്റെ മറുപടി വ്യക്തമല്ലേ? അപ്പൊ ഇവിടെ തർക്കിച്ച ആള് പറഞ്ഞതുപോലെ നിർമ്മിച്ചുണ്ടാക്കിയതോ പുതിയൊരു നിയമമോ ആ കാര്യത്തിൽ പെട്ടതല്ല ഇത്. ഒരു ലൈഫായ ഒരു ഹദീസ് എടുത്തു, അതെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനാൽ ഫസാദൊന്നും വരുന്നില്ല. എന്നാൽ ലൈഫായിരിക്കുന്ന ചില അടയാളങ്ങളെ കൊണ്ട് ഫളീലത്തിനെ തേടുക, മോഹിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതിന് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ടാണ് ലൈഫായ ഹദീസ് കൊണ്ട് അമലിയാം. അൽ മുഖററി മിൻ ജവാദിൽ അമലി ബിൽ ലൈഫി ബിൽ ഫളായിലി ഇജ്മാ എന്ന് പറഞ്ഞല്ലോ. ഇജ്മാ ആയിട്ട് ഫളായിൽ അമാലിന് വേണ്ടി ലൈഫായിരിക്കുന്ന ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ അനുവദനീയമാണെന്നുള്ള തഖ്രീർ. ഇതേ തഖ്രീർ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ഹദീസിന്റെ മേലല്ല എന്റെ അവലംബം. അങ്ങനെയാവുമ്പോ അത് മാത്രല്ല എന്ന് പറയാൻ കാരണം, അതിന് മുമ്പ് പറഞ്ഞ ഒരു സംശയം എന്റെ മേൽ അത് വരും. അങ്ങനെ വരാൻ വേണ്ടി എന്താണ് ഈ ഹദീസിനെ മാത്രം ഞാൻ അവലംബമാക്കുന്നില്ല. ബൽ പിന്നെയോ അലാ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അഹാദീസി സ്വഹീഹത്തി ലിയുബല്ലിഗി ഷാഹിദു മിൻകുമുൽ ഗായിബ എന്ന ഹദീസുണ്ട്. അത് പിടിച്ചിട്ടാ ആ നിലക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന അർത്ഥം. അഖ്റജഹുൽ ശൈഖാനി ഫീ സ്വഹീഹിഹിമാ ഫീ ഖുതുബതി ബി ഹജ്ജത്തുൽ വദാഇ. ഹജ്ജത്തുൽ വദാഇ നബി തങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്നുള്ള ഉദ്ധരണി സഹീഹ് മുസ്ലിമും സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. വഅഖ്റജ മഹാനവറുകൾ തന്റെ മുസ്തഖ്റജിൽ ഇബ്നു മുന്ദ എന്നവർ ഈ ഹദീസിനെ പുറപ്പെടുവിച്ചത് 18 സ്വഹാബിയൻ 18 സ്വഹാബാക്കൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ബലം കിട്ടിയാണ്. ഫഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബല്ലിഗൂ അന്നി, ഒരു ആയ എന്നെ തൊട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കണ ഒരു ആയത്താണെങ്കിലും എന്ന വാക്കുണ്ട്. പിന്നെ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലറല്ലോ എന്ന് പറയുന്ന വാക്കില് ബിതസ്ബീഹുല്ലാദിൽ മുഅ്ജമ നാലാനുണ്ട്, തഖ്ഫീഫാക്കിയിട്ടുണ്ട്. വറജഹു ബഅദു, ചില പണ്ഡിതന്മാർ നളറല്ല എന്ന് വെച്ചിട്ടുണ്ട്. വഅലൈഹി ദററുഇയാനി ഫി അസ്ഹാബിനാ ഫീ ബഹരിഹി, ബഹുമാനപ്പെട്ട റുഇയാനി ഇമാം, നമ്മുടെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ഇമാം സാഹിബിന്റെ ശിഷ്യന്മാർ, ആ ഗണത്തിൽപ്പെട്ടതാ ഇമാം റുഇയാനി തങ്ങൾ തന്റെ ബഹർ എന്ന് പറയുന്ന കിതാബിലൂടെ മഹാനവർ, അതൊരു കിതാബ് എന്ന് പറയുമ്പോൾ അവിടെ മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്റെ ബഹറിന് തഖ്ഫീഫാക്കി നളറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ കൊടുത്തിട്ട് വായിക്കാൻ നളറ. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല പറയുന്നു വഹുവൽ അക്സർ, അതാണ് അക്സർ. അപ്പൊ ഇവിടെ നളറ അക്സർ കിട്ടും. ഫീഹി ഐദൻ, വീണ്ടും അതിൽ പറയാം അള്ളറ എന്ന് പറയാം. മിന നളാറത്തി, നളാറത്ത് നിർത്തിട്ട് അള്ളറ നള്ളറ നളറ എന്നൊക്കെ പറയാം. വഹിയ, എന്താണ് ഈ നളാറത്തിന്റെ അർത്ഥം? ഹുസ്നുൽ വജി വബരീഖുഹു, മുഖത്തിന്റെ അഴകി, മുഖത്തിന്റെ തിളക്കം എന്നർത്ഥമുണ്ട്. ഫഹുവ അലാ ഹദ്ദി ഖൗലിഹി തആല തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തൻ നഈം, അവർക്കുള്ള മുഖങ്ങളിൽ അവരുടെ അനുഗ്രഹത്തിന്റെ പ്രഭ വെളിച്ചം നബിയെ തങ്ങൾക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും എന്ന ആയത്തിൽ പറഞ്ഞതുപോലെ ആയിപ്പോയത്. അപ്പൊ ഇതിന്റെ തിളക്കം മിന്നലൊക്കെ കാണാൻ കഴിയും. ഒമിന്തമ്മ, ഇക്കാരണം കൊണ്ട് കാല ബഅദുഹും, ചില പണ്ഡിതന്മാര് പറയുന്നു, ഇന്നീല അറബി ഹദീസി, ഹദീസിന്റെ പണ്ഡിതന്മാരുടെ മുഖങ്ങളിൽ നിശ്ചയം ഞാൻ അങ്ങനെ തിളക്കം കാണുന്നുണ്ട്. ഹദീസല്ലേ പറയും, അപ്പൊ തിളങ്ങും. നബിന്റെ പ്രാർത്ഥനയുണ്ട്. അബ്ബറ ബഅദുഹും ബിഅഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ ഇബാറത്തിട്ടത് അഹ്ലുൽ ഇൽമി എന്നതുകൊണ്ടാണ്. നദറത്തും വജമാല, അങ്ങനെ ഇബാറത്തിട്ടിട്ടുണ്ട്, അഴക്, പ്രകാശം. എന്തുകൊണ്ട്? ലിഹാദൽ ഹദീസ്, ഈ ഹദീസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ യഅനി ഇന്നഹാ ദഅവത്തുൻ മുജീബത്ത്, നിശ്ചയമായിട്ടും ഇത് ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ്.
അതാണ് പറഞ്ഞത്. ഈ ഹദീസ് വെച്ച് നോക്കിയിട്ട് അങ്ങനെ ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ അഖിലിൽ മീൻ ഇബാറത്തിട്ട് നദറത്തമ്മ ജമാലൻ എന്നതിന് കാലഭാഗത്തും ചില പണ്ഡിതന്മാര് പറയുന്നു ഈ പറഞ്ഞത് മുഖത്തിന്റെ തെളിച്ചത്തിലോ അഴകിലോ അല്ല. എന്താ ഇന്നമാഹു അതിന്റെ അർത്ഥം അല്ലാഹു തആല അഥവാ അവന്റെ സൃഷ്ടിപ്പിൽ അവന്റെ മുഖത്തെ അല്ലാഹു തആല അഴകാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ജാഹി വ ഖദ്രിഹി എന്നതിനർത്ഥം അവന്റെ ദാത്തിലും അവന്റെ ശരീരത്തിലുമൊക്കെ ഖദ്ർ സ്ഥാനമാനങ്ങൾ അതിൽ അല്ലാഹു അഴക് നൽകട്ടെ. അപ്പോൾ അങ്ങനെ അർത്ഥം വെക്കുമ്പോ ഇത് മിസ്ലു ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞതുപോലെയാണ് മുഖത്തിന്റെ അഴകുകളിലേക്ക് ആവശ്യങ്ങൾ തേടിക്കോളേ എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങളുടേത് ജനങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന ധാത്തുകൾ മുഖങ്ങളൊക്കെ തിരിഞ്ഞു കിട്ടും നല്ല നിലയിൽ എന്നായി. എന്താ ബാല് പറഞ്ഞ് അവസാനിച്ചു. എന്നാൽ ഏതൊന്നും ചുമത്താൻ കഴിയാത്ത വിധം ലാഹിറിനോട് എതിരാകുന്ന അകലെയുള്ളൊരു വ്യാഖ്യാനമാണ് ഇത്. ഈ ഹദീസാണെങ്കിൽ ഉത്തുലുബുൽ ഹവായിജ എന്ന് പറഞ്ഞ ഹദീസ് പോലെയല്ല. എന്തുകൊണ്ട് ഹദീസിൽ വുജൂനെ പറ്റി പറയുന്നുണ്ട്. എങ്ങനത്തെ വുജു അൽ മുഹത്തമിലി സാധ്യമായി വരും. ബിഹ ആ വുജു എന്നതുകൊണ്ട് വിജാഹത്തുനിന്ന് വരുന്ന വജുണ്ട്. ആ വജുഹിന്റെ ജമ്മായിട്ടെന്ന് ഉപയോഗിക്കാം, വുജു എന്ന് ഉപയോഗിക്കാം, ഉദ്ദേശിക്കാം. അതിന് സാധ്യതയായി വരുന്നൊരു വുജുവിനെ പറയലുണ്ട് അവിടെ അല്ലേ. അങ്ങനെ പറയുന്നൊരു വുജുവിനെ പറ്റി പറയുന്നുണ്ട്. അത് മുന്നണിയാവുക, സ്ഥാനം ഖദർ ഉയരുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ സംഗതി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ പിന്നെ എന്തായി? ആ ഹദീസ് പോലല്ല എന്ന് പറഞ്ഞ ഹദീസ് മാറ്റമുണ്ടായി. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. ബുഷ് എന്ന് പറഞ്ഞോടത്ത് സ്വാദിൽ മുഹമ്മദ് സാധു കൊണ്ടല്ല, സ്വാദു കൊണ്ടല്ല, ഷീൻ കൊണ്ട് വായിക്കാം. ഇബ്നു റബി എന്ന് പറയുന്ന ആള് ഇബ്നു മുസ്കുവാൽ എന്ന ആളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ ഉദ്ധരിക്കുന്നത് എങ്ങനെയാ? എന്ന് പറഞ്ഞ ഹദീസ്. റവാഹു തുർമദി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. തുർമദി ഇമാമാണ് ഈ ഹദീസ് ഇബ്നു മസ്ഊദ് ആണ് റിപ്പോർട്ട് ചെയ്തത്. വഖാല ഹസനുൻ സഹീഹുൻ. ഹസനുൻ സഹീഹാണെന്ന് തുർമദി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ ബി സ്വഹീഹി, ഈ ഹദീസ് തന്റെ സ്വഹീഹിൽ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്നു. വൽ ഹാക്കിം ബി മുസ്തദറക്കിഹി, മുസ്തദറക്കിൽ ഹാക്കിം എന്നവർ ധരിച്ചിട്ടുണ്ട്. ആരെ തൊട്ട്? അൻ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. വഖാല എന്നിട്ട് ഹാക്കിം എന്നവർ പറയാണ് സഹീഹുൻ അലാ സർത്തി ശൈഖൈനി, ബുഖാരി മുസ്ലിമിന്റെ ഒക്കെ സർത്ത് പ്രകാരം ഈ ഹദീസ് സ്വഹീഹാണ്. അബൂദാവൂദ്, ഇബ്നു മാജ, തുർമുദി എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് വഖാല ഹസൻ, മൂപ്പര് പറഞ്ഞു ഹസനാണെന്നും പറഞ്ഞിട്ടുമുണ്ട്. വഫീ റിവായത്തിൻ സ്വഹീഹത്തിൻ, സ്വഹീഹായിരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം നല്ലറല്ലാഹു റഅൻ സമിഅ മിന്നാ ഹദീസൻ ഫഅദ്ദാഹു അന്നാ കമാ സമിഅഹു ഫറുബ്ബ മുബല്ലഗിൻ, ഇസ്ലാമിന് പത്ത് കൊടുത്ത് മൊബൈലാണ്. കേൾക്കുന്നവനേക്കാൾ എത്രയോ എത്തിക്കപ്പെടുന്നത്, എത്രയോ പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന അങ്ങനെയും ഒരു ഹദീസുണ്ട്. ഒബിയുഖറ സഹീഹത്തിൻ ഐലൻ, വീണ്ടും സഹീഹ റിപ്പോർട്ടിൽ കാണാം നല്ലറല്ലാഹു റജുലൻ സമിഅ മിന്നാ കലിമതൻ ഫബല്ലഗഹാ കമാ സമിഅഹാ ഫറുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ എന്നും കാണാം. ഖാല റുഇയാനി, ഇമാം റുഇയാനി തങ്ങൾ ഫി ബഹരി, തന്റെ ബഹറിൽ പറയുന്നു, ഫിൽ ഖബരി, ഈ പറഞ്ഞ ഹദീസിന് ബയാനു അന്നൽ ഫിഖ്ഹ വൽ ഇസ്തിംബാതു വൽ ഇസ്തിദ്റാഖു ലിമആനിൽ കലാമി. ഫിഖ് എന്നാൽ ഗവേഷണം ചെയ്തെടുക്കേണ്ടതാണ്,
ഈ പറയുന്ന കലാമിന്റെ അർത്ഥങ്ങളെ ഇസ്തിദ്റാക്ക് ചെയ്ത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് എന്നുമുണ്ട്. അങ്ങനെ വ്യാഖ്യാനം ഈ ഹദീസിലുണ്ട്. ആ ഹദീസിന്റെ ഉള്ളിൽ കിട്ടുന്നത് ഫിഖ് പഠിക്കൽ വുജൂബാണെന്നും നിർബന്ധമാണെന്ന് കിട്ടും. ഹദീസിന്റെ അർത്ഥങ്ങളൊക്കെ ഗവേഷണം ചെയ്തെടുക്കണം എന്നതിനെ പ്രേരിപ്പിക്കുക, അത് നിർബന്ധമാണ്, പഠിക്കുക നിർബന്ധമാണെന്നും ഈ ഹദീസിൽ ഉൾക്കൊണ്ടതായിട്ട് ഇമാം റയ്യാനി തങ്ങൾ തന്റെ ബഹർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. വലൈസ ഫീ ഖൗലിഹി കമാ സമിഅഹ എന്നത് നബിയുടെ ഖൗലിൽ പെട്ടതല്ല എന്ന വാക്ക് അത് മണ്ണ് ചെയ്യേണ്ടതാണ്. കാരണം ഈ റിവായത്തിൽ ഹദീസിൽ വായനാബി സ്വറൂത്തിക്ക് ആ ഹദീസ് അതിന്റെ നിബന്ധന പ്രകാരം തന്നെ ഷർത്തൊത്തുകൊണ്ട് തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കമാ സമിഅ എന്നുള്ളത് നബിയുടെ വാക്കിൽ പെട്ടതല്ല എന്ന് പറഞ്ഞ ശരിയല്ല. ഖിലാഫൻ ലിമൻ ജാബോ അങ്ങനെ വാദിച്ചെടുക്കതിലായിട്ട് ഈ അന്നൽ മുറാദ ഇവിടെ ഉദ്ദേശം അദാ ഹുക്കുമിക ആ ഹദീസിൽ പറഞ്ഞതിന്റെ പദം അല്ല, ലാ ലഫുന്നുഹ ലഫുന്നല്ല ഹുക്കുമാണ് ഇവിടെ വീട്ടേണ്ടത്. അദാ ഹുക്കുമിയ ലാ ലഫുന്നിയ ലഫുന്ന് വീട്ടേണ്ട ഹുക്കും വീട്ടിയാൽ മതി. ബി ദലീൽ ഖൗലി ആഖിൽ ഹദീസ് വേറൊരു ഹദീസിൽ നബിതങ്ങൾ ആഖിൽ ഹദീസിന്റെ ലാസ്റ്റിൽ നബിതങ്ങൾ പറഞ്ഞില്ലേ ഫറുബ്ബ ഹാമിലിൻ ഫിഖ്ഹിൻ വയറു ഫഖീഹിൻ. അപ്പൊ ഈ ആഖിൽ ഹദീസിനെ കാരണം വേറൊരു ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മനസ്സിലാക്കണം എന്താ പദം അല്ല മാനയാണെന്ന്. ഫഖീഹ് അല്ലാത്ത ഫിഖ് ചുമന്നവൻ എത്ര ഫിഖ് വഹിക്കുന്നവരുണ്ടോ ഫഖീഹ് അല്ല. അതിന്റെ അർത്ഥം എന്താ? ലഫ്ള് ഇങ്ങനെ മനപ്പാടാക്കി അർത്ഥം മനസ്സിലാക്കില്ല എന്നല്ലേ. എന്നാൽ ഫിഖ് ഇങ്ങനെ വായിച്ച ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്. അവനേക്കാൾ എത്രയോ ഫിഖ് അറിയുന്ന ആളിലേക്ക് ഫിഖിനെ വലിച്ചുകൊണ്ടുവന്ന് എത്ര ആളുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ആശയം വിധികളാണ് മനസ്സിലാക്കേണ്ടത് എന്നല്ലേ. വൽ ഫിഖ് ഫിഖ് എന്ന് പറഞ്ഞ ഇസ്മുൽ ലിൽ മഅന ബിൽ ലഫ്ള് ഫിഖ് എന്ന് പറഞ്ഞ അർത്ഥത്തിന് പറയുന്നത് അല്ലാതെ